Good morning, my dears. Today our topic, absorption of overhead. Absorption refers to the process of apportionment of overhead to of a cost center or cost unit. That is absorption of overhead എന്ന് പറയുമ്പോൾ ഇതുവരെ നമ്മൾ പഠിച്ച ഓവർഹെഡ് എത്രമാത്രമാണ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഓവർഹെഡ് എന്ന് മനസ്സിലായി. ഇനി ഈ ഓവർഹെഡുകളെ പ്രോപ്പറായിട്ടുള്ള രീതിയിൽ കോസ്റ്റ് സെൻറ്റേഴ്സിനും കോസ്റ്റ് യൂണിറ്റിനും അലോട്ട് ചെയ്ത് കൊടുക്കുന്ന പ്രോസസ്സിനെയാണ് അബ്സോർപ്ഷൻ എന്ന് പറയുന്നത്. ഏതൊരു പ്രോഡക്റ്റിനാണ് ഇത്രമാത്രം ഓവർഹെഡ് എക്സ്പെൻസ് വന്നിരിക്കുന്നത് എന്ന് പറയുന്ന രീതിയിൽ അതാത് പ്രോഡക്റ്റുകളിലേക്കോ അതായത് കോസ്റ്റ് യൂണിറ്റുകളിലേക്കോ കോസ്റ്റ് സെൻറ്റേഴ്സിലേക്കോ അലോട്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് അബ്സോർപ്ഷൻ ഓഫ് ഓവർഹെഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ അബ്സോർപ്ഷൻ ഇസ് ദ ലാസ്റ്റ് സ്റ്റെപ്പ് ഇൻ ദ ഓവർഹെഡ് അക്കൗണ്ടിങ്. നമ്മൾ പഠിച്ചിരിക്കുന്ന ഓവർഹെഡ് അക്കൗണ്ടിങ്ങിൽ ലാസ്റ്റ് സ്റ്റെപ്പാണ് അബ്സോർപ്ഷൻ എന്ന് പറയുന്നത്. ദറ്റ് ഈസ് ഓൾ ദ ഓവർഹെഡ് എക്സ്പെൻസസ് ആർ ബ്രോട്ട് അണ്ടർ ദി വേരിയസ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്. നൗ ദ ടോട്ടൽ ഓവർഹെഡ് ഓഫ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഷുഡ് ബി ചാർജ്ഡ് ടു അബ്സോർബ്ഡ് ത്രൂ ദ യൂണിറ്റ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദാറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്. അതായത് ഏതൊരു ഡിപ്പാർട്ട്മെൻറ്റിലെ ആണ് എന്നുള്ളത് വ്യക്തമായിട്ടുള്ള രീതിയിൽ ആ പ്രൊഡക്റ്റിന് അലോട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് അബ്സോർപ്ഷൻ ഓഫ് ഓവർഹെഡ് എന്ന് പറയുന്നത്. ഓവർഹെഡ് അബ്സോർപ്ഷൻ ഈസ് ഡിഫൈൻഡ് ആസ് ദ അലോട്ട്മെൻറ്റ് ഓഫ് ഓവർഹെഡ് ടു കോസ്റ്റ് യൂണിറ്റ് ICWA. എങ്ങനെയാണ് ഓവർഹെഡ് അബ്സോർപ്ഷനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? ഓവർഹെഡ് അബ്സോർപ്ഷൻ ഈസ് ഡിഫൈൻഡ് ആസ് ദ അലോട്ട്മെൻറ്റ് ഓഫ് ഓവർഹെഡ് ടു കോസ്റ്റ് യൂണിറ്റ്. Allotment of overhead to cost unit by means of rate separately calculated for each cost center. ഓരോ കോസ്റ്റ് സെൻറ്റേഴ്സിനും എത്രമാത്രമാണ് ഓവർഹെഡ് എക്സ്പെൻസസ് വന്നിരിക്കുന്നത് എന്ന് നോക്കിയിട്ട് അലോട്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഓവർഹെഡ് അബ്സോർപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നുകൂടെ സെൻറ്റൻസ് പറയാം. ഓവർഹെഡ് അബ്സോർപ്ഷൻ ഈസ് ഡിഫൈൻഡ് ആസ് ദ അലോട്ട്മെൻറ്റ് ഓഫ് ഓവർഹെഡ് ടു കോസ്റ്റ് യൂണിറ്റ് ബൈ മീൻസ് ഓഫ് rates separately calculated for each cost center. That is, absorption refers to the process of apportionment of overhead to a cost center or cost unit. Simple meaning ആണ് what is meant by absorption of overhead. Absorption of overhead refers to the process of apportionment of overhead to a cost center or cost unit. Suitable ആയിട്ടുള്ള ഏത് കോസ്റ്റ് സെൻറ്ററിലേക്കാണോ ഏത് കോസ്റ്റ് സെൻറ്ററിനാണോ അതേപോലെ തന്നെ ഈ കോസ്റ്റ് യൂണിറ്റിനാണോ നമ്മൾ അപ്പോർഷൻ ചെയ്ത് കൊടുക്കേണ്ടത് എന്ന് തീരുമാനിക്കുന്ന അല്ലെങ്കിൽ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് അബ്സോർപ്ഷൻ ഓഫ് ഓവർഹെഡ് എന്ന് പറയുന്നത്. Then overhead rate. The next one is overhead rate. Overhead rate is the rate used for the absorption of overhead. ഈ ഓവർഹെഡുകളെ അപ്പോർഷൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന റേറ്റിനെയാണ് ഓവർഹെഡ് റേറ്റ് എന്ന് പറയുന്നത്. ഓവർഹെഡ് റേറ്റ് ഈസ് ദ റേറ്റ് യൂസ്ഡ് ഫോർ ദി അബ്സോർപ്ഷൻ ഓഫ് ഓവർഹെഡ്. റേറ്റ് ഈസ് കാൽക്കുലേറ്റഡ് ബൈ ഡിവൈഡിംഗ് ദ ഓവർഹെഡ് ടു ബി അബ്സോർബ്ഡ് ബൈ എ suitable base. The rate may be actual, predetermined or standard. നോക്കുക, what is meant by overhead rate? Overhead rate used for the absorption of overhead. ഓവർഹെഡ് അബ്സോർബ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന അബ്സോർബ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന റേറ്റിനെയാണ് ഓവർഹെഡ് റേറ്റ് എന്ന് പറയുന്നത്. ദ റേറ്റ് മേ ബി ആക്ച്വൽ, പ്രീഡിറ്റർമിൻഡ് ഓർ സ്റ്റാൻഡേർഡ്. ഒന്നുകിൽ അത് പ്രീഡിറ്റർമിൻഡ് ആവാം, അതല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ആയിരിക്കാം, അതും അല്ലെങ്കിൽ ഈ പറയുന്ന ആക്ച്വൽ ആയിരിക്കാം. ദെൻ ഫസ്റ്റ് വൺ ഈസ് ആക്ച്വൽ റേറ്റ്. അപ്പോൾ ഏതൊക്കെ റേറ്റുകളിലാണ്? ഫോളോയിങ് ആർ ദ റേറ്റ് യൂസ്ഡ് ഫോർ ഓവർഹെഡ് അബ്സോർപ്ഷൻ. ചില വേരിയസ് റേറ്റുകൾ നമ്മളതിൽ ഉപയോഗിക്കുന്നുണ്ട്. ഫസ്റ്റ് വൺ ഈസ് ആക്ച്വൽ റേറ്റ്, second one is predetermined rate, third one is standard rate, then fourth one is blanket rate, then fifth one is multiple rate. ഇത്രയാണ് ഉപയോഗിക്കുന്നത്. Then first one is actual rate. Actual rate is calculated by dividing the actual overhead for a period by the actual base. The base may be number of units produced, direct material, direct labor, labor hours, machine hours, etc. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത്ര മാത്രമാണ്. അതായത് ഓവർഹെഡ് റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓവർഹെഡ് റേറ്റ് ഈസ് ദ റേറ്റ് യൂസ്ഡ് ഫോർ അബ്സോർപ്ഷൻ ഓഫ് ഓവർഹെഡ്. അപ്പോൾ ഓവർഹെഡ് റേറ്റ് എന്ന് പറയുമ്പോൾ അബ്സോർപ്ഷൻ ഓഫ് ഓവർഹെഡ് എന്ന് പറഞ്ഞാൽ എന്താ? അബ്സോർപ്ഷൻ ഓഫ് ഓവർഹെഡ് ഈസ് ടു ദ പ്രോസസ് ഓഫ് അപ്പോർഷൻമെൻറ്റ് ഓഫ് ഓവർഹെഡ് ടു ദ കോസ്റ്റ് സെൻറ്റർ ഓർ കോസ്റ്റ് യൂണിറ്റ്. കോസ്റ്റ് സെൻറ്റേഴ്സിലേക്കോ കോസ്റ്റ് യൂണിറ്റിലേക്കോ ഓവർഹെഡ് എക്സ്പെൻസസിനെ അപ്പോർഷൻ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അബ്സോർപ്ഷൻ ഓഫ് ഓവർഹെഡ് എന്ന് പറയുന്നത്. അബ്സോർപ്ഷൻ ഓഫ് ഓവർഹെഡിലെ ഓവർഹെഡ് റേറ്റ് ഈസ് ദ റേറ്റ് യൂസ്ഡ് ഫോർ ദി അബ്സോർപ്ഷൻ ഓഫ് ഓവർഹെഡ്. ഓവർഹെഡുകളെ അബ്സോർബ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന റേറ്റുകളെയാണ് നമ്മൾ എന്ത് പറയുക? ഓവർഹെഡ് റേറ്റ് എന്ന് പറയുന്നത്. ഓവർഹെഡ് റേറ്റ്. ഇനി ഏതൊക്കെ രീതിയിലുള്ള ഓവർഹെഡ് റേറ്റുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ഫസ്റ്റ് വൺ ഈസ് ആക്ച്വൽ റേറ്റ്. First one is actual rate, then actual rate. Second one is predetermined rate,
predetermined rate, and third one is standard rate, fourth one is blanket rate, fifth one is multiple rate. ഏതൊക്കെ റേറ്റുകളാണെന്ന് നോക്കാം. അബ്സോർപ്ഷൻ ഓഫ് ഓവർ ഹെഡ് എന്ന് പറയുമ്പോൾ അപ്പോർഷൻമെൻറ്റ് ഓഫ് ഓവർ ഹെഡ് ടു കോസ്റ്റ് യൂണിറ്റ് ഓർ കോസ്റ്റ് സെൻറ്റർ. ഓവർ ഹെഡിനെ അതാത് കോസ്റ്റ് സെൻറ്റേഴ്സിലേക്കോ കോസ്റ്റ് യൂണിറ്റിലേക്കോ അപ്പോർഷൻ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് അബ്സോർപ്ഷൻ ഓഫ് ഓവർ ഹെഡ് എന്ന് പറയുന്നത്. ഈ അബ്സോർപ്ഷൻ ഓഫ് ഓവർ ഹെഡിന് എന്ന് പറയുന്നതിൽ ഏത് റേറ്റിലാണ് നമ്മളത് അബ്സോർബ് ചെയ്യേണ്ടത് എന്ന് പറയുന്ന റേറ്റിനെയാണ് ഓവർ ഹെഡ് റേറ്റ് എന്ന് പറയുന്നത്. ഓവർ ഹെഡ് റേറ്റിന് 5 മെത്തേഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഒന്നുകിൽ ആക്ച്വൽ റേറ്റ്, സെക്കൻഡ് വൺ ഈസ് പ്രീ ഡിറ്റർമിൻഡ് റേറ്റ്, തേർഡ് വൺ ഈസ് സ്റ്റാൻഡേർഡ് റേറ്റ്, and fourth one is blanket rate, and fifth one is multiple rate. And then first one is actual rate. Actual rate is calculated by dividing the actual overhead for a period by the actual base. The base may be number of units produced, direct material, direct labor, or direct labor hours or machine hours, etc. ആക്ച്വൽ റേറ്റ് എന്ന് പറയുമ്പോൾ ആക്ച്വൽ ഓവർ ഹെഡ് ഫോർ ദി പീരീഡ്, അതായത് പ്രീ ഡിറ്റർമിൻഡ് എന്നോ സ്റ്റാൻഡേർഡ് എന്നൊക്കെ പറയുമ്പോൾ മുൻകൂട്ടി തീരുമാനിക്കുന്ന കാര്യങ്ങളാണ്. ഇവിടെ ആക്ച്വൽ റേറ്റ് എന്ന് പറയുമ്പോൾ പ്രസൻ്റ്ലി എത്രയാണോ ഓവർ ഹെഡ് എക്സ്പെൻസസ്, ദാറ്റ് ഈസ് കോൾഡ് ആസ് ആക്ച്വൽ ഓവർ ഹെഡ്. ആക്ച്വൽ ഓവർ ഹെഡ് ഡിവൈഡഡ് ബൈ ആക്ച്വൽ ബേസ് ഫോർ ദ പീരീഡ്. ഏതാണോ നമ്മൾ എടുത്തിരിക്കുന്ന ആ പീരീഡിലെ, ഒന്നുകിൽ നമ്മൾ മെഷീൻ അവേഴ്സ് ആയിരിക്കാം, അതല്ലെങ്കിൽ ലേബർ അവേഴ്സ് ആയിരിക്കാം, അതല്ലെങ്കിൽ ഡയറക്റ്റ് മെറ്റീരിയൽ ആയിരിക്കാം, ഡയറക്റ്റ് ലേബർ ആയിരിക്കാം, ഏതാണോ ബേസ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന റേറ്റിനെയാണ് ആക്ച്വൽ റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഓവർ ഹെഡ് റേറ്റ് ഈസ് എ റേറ്റ് യൂസ്ഡ് ഫോർ അബ്സോർപ്ഷൻ ഓഫ് ഓവർ ഹെഡ്. ഓവർ ഹെഡുകളെ അബ്സോർബ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന റേറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഓവർ ഹെഡ് റേറ്റ് എന്ന് പറയുന്നത്. ഈ ഓവർ ഹെഡ് റേറ്റുകളെ നമുക്ക് ഏതൊക്കെ തരത്തിലാണ് അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിഫറെൻറ്റ് റേറ്റ്സ് ആർ യൂസ്ഡ് ഫോർ ഓവർ ഹെഡ് അബ്സോർപ്ഷൻ. പലതരത്തിലുള്ള റേറ്റുകൾ ഉപയോഗിക്കാറുണ്ട്. അതിൽ ഫസ്റ്റ് വൺ ആണ് ഇത് ആക്ച്വൽ റേറ്റ്, സെക്കൻഡ് വൺ ആണ് പ്രീ ഡിറ്റർമിൻഡ് റേറ്റ്, തേർഡ് വൺ സ്റ്റാൻഡേർഡ് റേറ്റ്, ഫോർത്ത് വൺ ഈസ് ബ്ലാങ്കറ്റ് റേറ്റ്, ആൻഡ് ഫിഫ്ത്ത് വൺ ഈസ് മൾട്ടിപ്പിൾ റേറ്റ്. Then first one is actual rate. Actual rate പ്രകാരം actual overhead for the period divided by actual base for the period. Actual rate is equal to actual overhead divided by actual base for the period. Actual overhead for the period, actual overhead for the period, actual overhead for the period divided by actual base for the period. അതായത് ഈ ഒരു സമയത്തിനുള്ള എത്രമാത്രം ആക്ച്വൽ ഓവർ ഹെഡ് എക്സ്പെൻസ് ഉണ്ടോ അത് ആക്ച്വൽ ഓവർ ഹെഡ് എക്സ്പെൻസസ് ഡിവൈഡഡ് ബൈ ആക്ച്വൽ ബേസ് ഫോർ ദ പീരീഡ്. ഏതാണോ നമ്മൾ ബേസ് കൊടുത്തിരിക്കണേ നോക്കണം. അതൊന്നുകിൽ ഡയറക്റ്റ് മെറ്റീരിയൽ ആയിരിക്കാം, ഡയറക്റ്റ് ലേബർ ആയിരിക്കാം, ദെൻ ഏതാണോ നമ്മൾ കൊടുത്തിരിക്കുന്നത് വെച്ചാൽ ആക്ച്വൽ ബേസ്. അപ്പോൾ ആക്ച്വൽ ഓവർ ഹെഡ് ഡിവൈഡഡ് ബൈ ആക്ച്വൽ ബേസ്, then that rate is called as actual rate. ഒന്നുകിൽ ആക്ച്വൽ റേറ്റ് വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഓവർ ഹെഡിനെ അബ്സോർബ് ചെയ്യാനായിട്ട് സാധിക്കും. Then second one is predetermined rate, that is budgeted overhead divided by budgeted base. Budgeted overhead divided by budgeted base. Then standard rate എന്ന് പറയുമ്പോൾ then standard rate standard overhead for the period, standard overhead divided by standard base. Blanket rate is equal to overhead cost
overhead cost for the entire factory, for the entire factory, overhead of cost for the entire factory divided by total quantity. Then multiple rate le last one, overhead cost of a department, overhead cost of a department divided by corresponding base. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കാം. അപ്പോൾ എന്താ നോക്കാം. What is meant by absorption of overhead? Absorption refers to the process of apportionment of overhead to the concerned cost centers or cost unit. അതാത് കോസ്റ്റ് സെൻറ്റേഴ്സിലേക്കോ കോസ്റ്റ് യൂണിറ്റിലേക്കോ ഓവർ ഹെഡുകളെ അബ്സോർബ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് അബ്സോർപ്ഷൻ ഓഫ് ഓവർ ഹെഡ് എന്ന് പറയുന്നത്. ദെൻ അതിൽ വിച്ച് റേറ്റ് ഈസ് യൂസ്ഡ് ഫോർ അബ്സോർബിംഗ് ദ ഓവർ ഹെഡ്, ദാറ്റ് റേറ്റ് ഈസ് കോൾഡ് ആസ് ഓവർ ഹെഡ് റേറ്റ്. ഏത് റേറ്റ് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ കോസ്റ്റുകളെ നമ്മൾ ഏതിലേക്ക് ഓവർ ഹെഡുകളിലേക്ക് അതായത് കോസ്റ്റ് സെൻറ്റേഴ്സിലേക്ക് നമ്മൾ അബ്സോർബ് ചെയ്ത് കൊടുക്കുന്നത്, ആ റേറ്റുകളെയാണ് ഓവർ ഹെഡ് റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ പലയിടത്തും പല രീതിയിലുള്ള മെത്തേഡ്സാണ് യൂസ് ചെയ്യുന്നത്. ദറ്റ് ഈസ് ഒന്നുകിൽ ആക്ച്വൽ റേറ്റ് ആയിരിക്കാം, പ്രീ ഡിറ്റർമിൻഡ് റേറ്റ് ആയിരിക്കാം, സ്റ്റാൻഡേർഡ് റേറ്റ് ആയിരിക്കാം, ബ്ലാങ്കറ്റ് റേറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ റേറ്റ് ആയിരിക്കാം. ഓരോ റേറ്റിനുള്ള പ്രത്യേകത, ആക്ച്വൽ റേറ്റ് എന്ന് പറയുമ്പോൾ ആക്ച്വൽ റേറ്റ് ഈസ് ഈക്വൽ ടു ആക്ച്വൽ ഓവർ ഹെഡ് ഡിവൈഡഡ് ബൈ ആക്ച്വൽ ബേസ്. ആക്ച്വലി എത്രയാണോ ഓവർ ഹെഡ് എക്സ്പെൻസസ് വന്നിരിക്കുന്നത് അതിനെ ഏതാണോ അതിൻ്റെ ബേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബേസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന റേറ്റിനെയാണ് ആക്ച്വൽ റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആക്ച്വൽ ഓവർ ഹെഡ് എക്സ്പെൻസസ് ഡിവൈഡഡ് ബൈ ആക്ച്വൽ ബേസ്. Then next one is predetermined rate. Predetermined rate is equal to budgeted overhead divided by budgeted base. ബഡ്ജറ്റഡ് ഓവർ ഹെഡ് എന്ന് പറയുമ്പോൾ ഓൾറെഡി നമ്മൾ എത്രയാണോ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്തിരിക്കണേ ആ ഓവർ ഹെഡിനെ ബഡ്ജറ്റഡ് ബേസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന ഓവർ ഹെഡ് റേറ്റിനെയാണ് പ്രീ ഡിറ്റർമിൻഡ് റേറ്റ് എന്ന് പറയുന്നത്. ദെൻ സ്റ്റാൻഡേർഡ് റേറ്റ് എന്ന് പറയുമ്പോൾ സ്റ്റാൻഡേർഡ് ഓവർ ഹെഡ് ഓർ സ്റ്റാൻഡേർഡ് ഓവർ ഹെഡ് ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ബേസ്. സ്റ്റാൻഡേർഡ് ഓവർ ഹെഡ് എന്ന് പറയുന്നതും ഒരു സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ടെക്നിക്സ് പ്രകാരം നമ്മളൊരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യുകയാണ് ചെയ്യുക. പ്രീ ഡിറ്റർമിൻ കോസ്റ്റ് തന്നെയാണതും. അപ്പോൾ സ്റ്റാൻഡേർഡ് റേറ്റ് എന്ന് പറയുമ്പോൾ സ്റ്റാൻഡേർഡ് ഓവർ ഹെഡ് ത്രൂ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ടെക്നിക്സ് പ്രകാരം നമ്മൾ കണ്ടുവച്ചിരിക്കുന്ന സ്റ്റാൻഡേർഡ് ഓവർ ഹെഡ് ഡിവൈഡഡ് ബൈ അതിൻ്റെ തന്നെ സ്റ്റാൻഡേർഡ് ബേസ് ആണ് അവിടെ യൂസ് ചെയ്യേണ്ടത്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ബ്ലാങ്കറ്റ് റേറ്റ്. Blanket rate overhead cost for the entire factory divided by total quantity. Blanket എന്ന് പറയുമ്പോൾ പൂർണ്ണമായിട്ടും അവിടെ overhead cost for the entire factory divided by total quantity. Then multiple rate. എന്താ മൾട്ടിപ്പിൾ റേറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? മൾട്ടിപ്പിൾ റേറ്റ് ഈസ് ഈക്വൽ ടു ഓവർഹെഡ് കോസ്റ്റ് ഓഫ് എ ഡിപ്പാർട്ട്മെൻറ്റ് ഡിവൈഡഡ് ബൈ കറസ്പോണ്ടിങ് ബേസ്. മൾട്ടിപ്പിൾ എന്ന് പറയുമ്പോൾ പല ഡിപ്പാർട്ട്മെൻറ്റും പല രീതിയിലായിരിക്കും ചെയ്യേണ്ടതായിരിക്കുക. അപ്പോൾ ഓവർഹെഡ് കോസ്റ്റ് ഓഫ് എ ഡിപ്പാർട്ട്മെൻറ്റ്, ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഓവർഹെഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ അതിൻ്റെ കറസ്പോണ്ടിങ് ബേസ്. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിഫറെൻറ്റ് മെത്തേഡ്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എടുത്തിരിക്കുന്ന ടോപ്പിക്ക് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. വാട്ട് ഈസ് മെൻ ബൈ അബ്സോർപ്ഷൻ ഓഫ് ഓവർഹെഡ്. ഓവർഹെഡ് എന്ന് പറഞ്ഞാൽ ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളെയാണ് നമ്മൾ പറയുന്നത്. ആ ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളെ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന രീതി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രൈമറി ഡിസ്ട്രിബ്യൂഷനിലെയും സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷനിലൂടെയൊക്കെ പഠിച്ചിട്ടുണ്ട്. ദെൻ ഇവിടെ നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് അബ്സോർപ്ഷൻ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അബ്സോർപ്ഷൻ ഓഫ് ഓവർഹെഡ് എന്ന് പറയുമ്പോൾ അബ്സോർപ്ഷൻ റെഫേഴ്സ് ടു ദ പ്രോസസ് ഓഫ് അപ്പോർഷൻമെൻറ്റ് ഓഫ് ഓവർഹെഡ് ഓഫ് എ overhead to a cost center or cost unit. Then overhead rate means, that is overhead rate is a rate used for absorbing the overhead. The rate is calculated by dividing the overhead to absorbed by suitable base. എത്ര മാത്രമാണ് ഓവർഹെഡ് എക്സ്പെൻസസ് വന്നിരിക്കുന്നത് അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ബേസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന റേറ്റിനെയാണ് നമ്മൾ എന്താ പറയുക ഓവർഹെഡ് റേറ്റ് എന്ന് പറയുന്നത്. അതിന് നമ്മൾ ഉപയോഗിക്കുന്ന ചില ടെക്നിക്സാണ് ആക്ച്വൽ റേറ്റ്, സ്റ്റാൻഡേർഡ് റേറ്റ്, പ്രീ ഡിറ്റർമിൻഡ് റേറ്റ്, ബ്ലാങ്കറ്റ് റേറ്റ് ആൻഡ് മൾട്ടിപ്പിൾ റേറ്റ്. ഓരോന്നിൻ്റെ ഫോർമുല നോക്കാം. ആക്ച്വൽ റേറ്റ് ഈസ് ഈക്വൽ ടു ആക്ച്വൽ ഓവർഹെഡ് for the period divided by actual base for the period. Then second one is predetermined rate.
Predetermined rate is determined before undertaking the production. It is calculated by dividing the budgeted overhead for a period by budgeted base during the period. And then third one is standard rate. Standard rate is applied when standard costing is followed. It is calculated. Then standard rate is equal to standard overhead for the period divided by standard base. Blanket rate refers to single overhead absorption rate for the entire factory. That is, it is calculated by overhead cost for the entire factory divided by total quantity. Multiple rate is equal to overhead cost of the department divided by corresponding base. Then methods of absorption of factory overhead. Methods of absorption of factory overhead. Then overhead absorbed with the help of absorption rate depending on the base used. There are several methods of absorption. The various methods used for the absorption of factory are 3 heads. അതായത് അപ്പോൾ നമ്മൾ പറയുകയാണ് 3 തരത്തിലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, 3 മെത്തേഡ്സാണ് നമ്മളതിന് യൂസ് ചെയ്യുന്നത്. മെത്തേഡ്സ് ഓഫ് അബ്സോർപ്ഷൻ ഓഫ് ഫാക്ടറി ഓവർഹെഡ്. ഫാക്ടറി ഓവർഹെഡുകളെ അബ്സോർബ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ചില മെത്തേഡ്സ്. ഏതൊക്കെ മെത്തേഡ്സ് ആണെന്ന് നോക്കാം. മെത്തേഡ്സ് ഓഫ് അബ്സോർപ്ഷൻ ഓഫ് ഫാക്ടറി ഓവർഹെഡ്. Absorption of overhead, various methods. Methods of absorption of overhead. Methods of absorption of overhead. Then ഏതൊക്കെ methods ആണ്? Production unit method. It may be classified into 3. 3 തരത്തിലാണ് നമ്മളതിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. First one is production unit method. Production unit method. Production unit method. Then second one is percentage method. Percentage method. And third one is hourly rate method. ഏതൊക്കെ മെത്തേഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്? പ്രൊഡക്ഷൻ യൂണിറ്റ് മെത്തേഡ്, പെർസെൻറ്റേജ് മെത്തേഡ് ആൻഡ് ഹവർലി റേറ്റ് മെത്തേഡ്. പ്രൊഡക്ഷൻ യൂണിറ്റ് മെത്തേഡിലെ ഫാക്ടറി ഓവർഹെഡ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് യൂണിറ്റ് മെത്തേഡ്. ദെൻ അവിടെ പെർസെൻറ്റേജ് മെത്തേഡിലെ പെർസെൻറ്റേജ് ഓൺ ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ്, direct material, percentage on direct labor, percentage on prime cost. Hourly rate method, labor hour rate, labor hour rate, machine hour rate, machine hour rate, dual rate. Then ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, പ്രൊഡക്ഷൻ യൂണിറ്റ് മെത്തേഡിലെ ഫാക്ടറി ഓവർഹെഡ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ്ഡ്. പ്രൊഡക്ഷൻ ഓവർഹെഡ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ്ഡ് എന്ന് പറയുന്ന 8 മെത്തേഡ് മാത്രമാണ് ഇത് പ്രൊഡക്ഷൻ യൂണിറ്റ് മെത്തേഡ്. ഒന്നുകിൽ പ്രൊഡക്ഷൻ യൂണിറ്റ് മെത്തേഡിൽ ടോട്ടൽ ഓവർഹെഡ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ്ഡ്, അങ്ങനെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അബ്സോർബ് ചെയ്യാം. കോസ്റ്റുകളെ ഓവർഹെഡുകളെ നമുക്ക് അബ്സോർബ് ചെയ്യാം. സെക്കൻഡ് മെത്തേഡിൽ പറയുന്നത് പേഴ്സൻറ്റേജ് മെത്തേഡാണ്. പേഴ്സൻറ്റേജ് മെത്തേഡിൽ തന്നെ പേഴ്സൻറ്റേജ് ഓൺ ഡയറക്റ്റ് മെറ്റീരിയൽ, percentage on direct labor, percentage on prime cost. നമുക്ക് എങ്ങനെയൊക്കെ ചെയ്യാം, percentage on direct material, percentage on direct labor and percentage on prime cost. Then third one is hourly rate method, labor hour rate,
then machine hour rate and dual hour rate. Labor hour rate, machine hour rate and dual hour rate. These are the various methods used for absorption of overhead. Overheadകളെ അബ്സോർബ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡുകൾ ഏതൊക്കെയാണ്? മെത്തേഡ്സ് ഫോർ അബ്സോർപ്ഷൻ ഓഫ് ഓവർഹെഡ്. ഫസ്റ്റ് വൺ ഈസ് പ്രൊഡക്ഷൻ യൂണിറ്റ് മെത്തേഡ്, പെർസെൻറ്റേജ് മെത്തേഡ്, അവർലി റേറ്റ് മെത്തേഡ്. പ്രൊഡക്ഷൻ യൂണിറ്റ് മെത്തേഡിലെ ടോട്ടൽ ഓവർഹെഡ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് യൂണിറ്റ്സ്. Percentage method le percentage on direct material, direct labor on prime cost. Hourly rate method le labor hour rate, machine hour rate and dual hour rate. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യാറുള്ളത്? മെത്തേഡ്സ് ഓഫ് അബ്സോർബിങ് ഫാക്ടറി ഓവർഹെഡ്. ദെൻ നമുക്കവിടെ ഫസ്റ്റ് പ്രോബ്ലത്തിലേക്ക് കിടക്കാം. ദെൻ ഫസ്റ്റ് വൺ ഈസ് പ്രൊഡക്ഷൻ യൂണിറ്റ് മെത്തേഡ്. Production unit method le under this method the number of units produced is taken as the base. Overhead rate per unit is calculated by dividing the overhead cost by the number of units produced. This method is suitable for industries producing the same type of product. ഇൻഡസ്ട്രിയിൽ സെയിം ടൈപ്പ് ഓഫ് പ്രോഡക്റ്റുകൾ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇൻഡസ്ട്രിയിൽ നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കാറുള്ളത് പ്രൊഡക്ഷൻ യൂണിറ്റ് റേറ്റ് ആണ്. അപ്പോൾ നമുക്ക് പ്രൊഡക്ഷൻ യൂണിറ്റ് റേറ്റ് ഈസ് ഈക്വൽ ടു ഇതെല്ലാം ആക്കിയാണ് നമ്മൾ പ്രൊഡക്ഷൻ യൂണിറ്റ് മെത്തേഡ് മാത്രമാണ് ഇപ്പോൾ പഠിക്കുന്നത്. പ്രൊഡക്ഷൻ യൂണിറ്റ് മെത്തേഡിലെ ദെൻ പ്രൊഡക്ഷൻ യൂണിറ്റ് മെത്തേഡ് ഈസ് ഈക്വൽ ടു ഫാക്ടറി ഓവർഹെഡ് factory overhead divided by number of units. Factory overhead divided by number of units. ഇതാണ് നമ്മൾ ഉപയോഗിക്കുക. നമ്പർ ഓഫ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ്ഡ്, എത്രമാത്രം യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്തു. ഇതാണ് പ്രൊഡക്ഷൻ യൂണിറ്റ് മെത്തേഡ് പ്രകാരം ഓവർഹെഡ് റേറ്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല. അപ്പോൾ പ്രൊഡക്ഷൻ യൂണിറ്റ് മെത്തേഡ് പ്രകാരം നമ്മൾ കണ്ടുപിടിക്കുന്നത് ദറ്റ് ഈസ് പ്രൊഡക്ഷൻ യൂണിറ്റ് മെത്തേഡ് പ്രകാരം യൂണിറ്റ് റേറ്റ് ഈസ് ഈക്വൽ ടു പ്രൊഡക്ഷൻ യൂണിറ്റ് റേറ്റ് മെത്തേഡ് പ്രകാരം പ്രൊഡക്ഷൻ യൂണിറ്റ് റേറ്റ് ഈസ് ഈക്വൽ ടു ഫാക്ടറി ഓവർഹെഡ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് യൂണിറ്റ്സ്. ഞാൻ അത് വെച്ചിട്ട് നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. അവിടെ പ്രോബ്ലം ഞാൻ നോക്കാം. ഫാക്ടറി ഓവർഹെഡ് ഫോർ ദ പീരീഡ് ₹2 lakh. നമ്പർ ഓഫ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ്ഡ് ഡ്യൂറിംഗ് ദ പീരീഡ് 50,000. Determine the overhead rate per unit and the amount of overhead to be charged to a production of 500 units. ഒന്നുകൂടെ പറയാം. ഫാക്ടറി ഓവർഹെഡ് ഫോർ ദി പീരീഡ്, അതായത് ഇപ്പോഴത്തെ ഫാക്ടറി ഓവർഹെഡ് എത്രയാണ്? 2 ലക്ഷം രൂപയാണ് ഫാക്ടറി ഓവർഹെഡ്. നമ്പർ ഓഫ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ്ഡ് ഡ്യൂറിംഗ് ദ പീരീഡ്, that is 50,000. number of units produced 50,000. then determine the overhead rate per unit. ഓവർഹെഡ് റേറ്റ് കണ്ടുപിടിക്കണം പെർ യൂണിറ്റിൻ്റെ. അപ്പോൾ തന്നെ അവിടെ 2 lakh ഡിവൈഡഡ് ബൈ 50,000 ഇട്ട് കഴിഞ്ഞാൽ പെർ യൂണിറ്റ് റേറ്റ് കിട്ടും. ആൻഡ് ദ എമൗണ്ട് ഓഫ് ഓവർഹെഡ് ടു ബി ചാർജ് ടു എ പ്രൊഡക്ഷൻ ഓഫ് 500 യൂണിറ്റ്. അങ്ങനെയാണെങ്കിൽ 500 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഓവർഹെഡ് റേറ്റ് എത്രയായിരിക്കും? ഓവർഹെഡ് ചാർജ് ടു 500 യൂണിറ്റ്. ഇങ്ങനെയായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക? പ്രൊഡക്ഷൻ യൂണിറ്റ് മെത്തേഡ് പ്രകാരം ഓവർഹെഡ് റേറ്റുകൾ കണ്ടുപിടിക്കാം. ദെൻ ഓവർഹെഡ് റേറ്റ്, അപ്പോൾ ഈ പ്രോബ്ലത്തിൽ ഓവർഹെഡ് റേറ്റ് ഈസ് ഈക്വൽ ടു ഓവർഹെഡ് പ്രൊഡക്ഷൻ യൂണിറ്റ് റേറ്റ്. ഞാനിവിടെ ഓവർഹെഡ് റേറ്റ് എന്ന് എഴുതുന്നുണ്ട്. ഓവർഹെഡ് റേറ്റ് യൂണിറ്റ് റേറ്റ് കണ്ടുപിടിക്കാനായിട്ട് ഫാക്ടറി ഓവർഹെഡ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് യൂണിറ്റ്. ഫാക്ടറി ഓവർഹെഡ് നമുക്ക് തന്നിരിക്കുന്നത് 2 lakh rupees ആണ്. 2 lakh rupees ഡിവൈഡഡ് ബൈ 50. എത്ര യൂണിറ്റ് ആണ് അവരുടെ പ്രൊഡ്യൂസ്? ദെൻ നമ്പർ ഓഫ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ്ഡ് 50,000 യൂണിറ്റ്സ് ആണ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ദെൻ ₹4. ദെൻ 4 രൂപയാണ് ഒരു യൂണിറ്റിൻ്റെ ഓവർഹെഡ് റേറ്റ്. ഉണ്ടോ? ഓവർഹെഡ് യൂണിറ്റ് റേറ്റ്
അല്ലെങ്കിൽ ഓവർ ഹെഡ് റേറ്റ് പെർ യൂണിറ്റ് അങ്ങനെ എഴുതാം. ഓവർ ഹെഡ് റേറ്റ് പെർ യൂണിറ്റ് ₹4. എങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്? ടോട്ടൽ ഫാക്ടറി ഓവർ ഹെഡ് എന്ന് പറയുന്ന ഓവർ ഹെഡ് എക്സ്പെൻസസ് 2 lakhs ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് യൂണിറ്റ്സ് ദാറ്റ് ഈസ് 50,000. ദെൻ പെർ യൂണിറ്റ് ഓവർ ഹെഡ് റേറ്റ് ഈസ് ഈക്വൽ ടു 2 lakh ഡിവൈഡഡ് ബൈ 50,000 ദെൻ ₹4. 4 രൂപയാണ് ഓവർ ഹെഡ് റേറ്റ് വന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് അതേസമയം ഒരു ക്വസ്റ്റ്യൻ കൂടെ ചോദിച്ചിട്ടുണ്ട്. ഓവർ ഹെഡ് ചാർജ് ടു overhead charged to 500 unit. അങ്ങനെയാണെങ്കിൽ 500 യൂണിറ്റിന് എത്രയായിരിക്കും ഓവർ ഹെഡ് എക്സ്പെൻസ് വരിക? 500 യൂണിറ്റിന് ദെൻ 500 യൂണിറ്റ് ഇൻറ്റു ₹4 ദറ്റ് ഈസ് 2000. അതിനവിടെ ₹2000. ഇത്രയാണ് എന്ത് ഓവർ ഹെഡ് ചാർജ് ടു 500 യൂണിറ്റ്സ്. 500 യൂണിറ്റിൻ്റെ ഓവർ ഹെഡ് റേറ്റ് അങ്ങനെയാണ് കണ്ടുപിടിച്ചത്. ഇതാണ് ഫസ്റ്റ് മെത്തേഡിലെ ഓവർ ഹെഡ് ചാർജ് ടു 500 യൂണിറ്റ്. ദെൻ സെക്കൻഡ് മെത്തേഡിലെ പേഴ്സൻറ്റേജ് ഓൺ ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ്. പേഴ്സൻറ്റേജ് ഓൺ ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ്. അപ്പോൾ ആദ്യം നമ്മൾ 3 തരത്തിൽ ക്ലാസിഫൈ ചെയ്തു. പ്രൊഡക്ഷൻ യൂണിറ്റ് മെത്തേഡ്, സെക്കൻഡ് വൺ ഈസ് പേഴ്സൻറ്റേജ് മെത്തേഡ്, തേർഡ് വൺ ഈസ് അവർലി റേറ്റ് മെത്തേഡ്. ദെൻ അതിൽ സെക്കൻഡ് മെത്തേഡാണ് പേഴ്സൻറ്റേജ് മെത്തേഡ്. പേഴ്സൻറ്റേജ് ഓർ ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ്. അണ്ടർ ദീസ് മെത്തേഡ് ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് ഈസ് ടേക്കൺ ആസ് ദ ബേസ്. ഒന്നുകിൽ നമുക്ക് 3 തരത്തിലാണ് നമുക്ക് അതിനെ ക്ലാസിഫൈ ചെയ്ത്. പേഴ്സൻറ്റേജ് ഓൺ ഡയറക്റ്റ് മെറ്റീരിയൽ, പേഴ്സൻറ്റേജ് ഓൺ ഡയറക്റ്റ് ലേബർ ഓർ പേഴ്സൻറ്റേജ് ഓൺ പ്രൈം കോസ്റ്റ്. അപ്പോൾ ദെൻ ഇവിടെ സെക്കൻഡ് മെത്തേഡ്, ഫസ്റ്റ് മെത്തേഡ് ചെയ്തു കഴിഞ്ഞു. ദെൻ സെക്കൻഡ് മെത്തേഡ് പേഴ്സൻറ്റേജ് മെത്തേഡ്. പേഴ്സൻറ്റേജ് മെത്തേഡിലെ പേഴ്സൻറ്റേജ് ഓൺ ഡയറക്റ്റ് മെറ്റീരിയൽ, പേഴ്സൻറ്റേജ് ഓൺ ഡയറക്റ്റ് മെറ്റീരിയൽ. ഓവർ ഹെഡ് എക്സ്പെൻസസ് ഡിവൈഡഡ് ബൈ ഡയറക്റ്റ് മെറ്റീരിയൽ ഇൻറ്റു 100. എന്താ ഫോർമുല വരിക? പേഴ്സൻറ്റേജ് ഓൺ ഡയറക്റ്റ് മെറ്റീരിയൽ. ദെൻ അവിടെ പേഴ്സൻറ്റേജ് ഓൺ കോസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കണം. പേഴ്സൻറ്റേജ് ഓൺ മെറ്റീരിയൽ കോസ്റ്റ്, പേഴ്സൻറ്റേജ് ഓൺ ഡയറക്റ്റ് മെത്തേഡിലെ percentage on material cost. Material cost is equal to overhead expenses, overhead divided by direct material overhead divided by direct material into 100. അപ്പോൾ പേഴ്സൻറ്റേജ് ഓൺ മെറ്റീരിയൽ കോസ്റ്റിൽ തന്നിരിക്കുന്ന പ്രോബ്ലം എന്താണെന്ന് നോക്കാം. പേഴ്സൻറ്റേജ് ഓൺ മെറ്റീരിയൽ കോസ്റ്റിലെ പ്രോബ്ലം, ഫാക്ടറി ഓവർ ഹെഡ് ഫോർ ദി പീരീഡ് ഈസ് ₹20,000. ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് ഇൻക്യൂർഡ് ഡ്യൂറിംഗ് ദ പീരീഡ് 40,000. ഡിറ്റർമിൻ ദ മെറ്റീരിയൽ കോസ്റ്റ് പെർസെൻറ്റേജ് ആൻഡ് ദ എമൗണ്ട് ഓഫ് ഓവർ ഹെഡ് ടു ബി ചാർജ് ടു ജോബ് എക്സ് വിച്ച് റിക്വയർസ് ഡയറക്റ്റ് മെറ്റീരിയൽ ഓഫ് ₹100. ക്വസ്റ്റ്യൻ കൂടെ ശ്രദ്ധിക്കാം. എന്താ ക്വസ്റ്റ്യൻ? ഫാക്ടറി ഓവർ ഹെഡ് ഫോർ ദ പീരീഡ് ₹20,000. ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് ഇൻക്യൂർഡ് ഡ്യൂറിംഗ് ദ പീരീഡ് ₹40,000. Determine the material cost percentage and the amount of overhead to be charged to job X which requires direct material of ₹100. അവിടെ നമ്മളോട് ഇത്രേ പറയുന്നുള്ളൂ. അതായത് ഫാക്ടറി ഓവർ ഹെഡ് എന്ന് പറയുന്നത് നോക്കാം. ഫാക്ടറി ഓവർ ഹെഡ് 20,000 ആണ്. ഫാക്ടറി ഓവർ ഹെഡ് 20,000 ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എത്രയാണ് തന്നിട്ടുണ്ട്? ഫാക്ടറി ഓവർ ഹെഡ് 20,000. നെക്സ്റ്റ് തന്നിരിക്കുന്നത് ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ്. ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ്, ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് 40,000. അങ്ങനെയാണെങ്കിൽ പേഴ്സൻറ്റേജ് ഓൺ മെറ്റീരിയൽ കോസ്റ്റ് ഈസ് ഈക്വൽ ടു ഓവർ ഹെഡ്. ഓവർ ഹെഡ് മീൻസ് 20,000 ഡിവൈഡഡ് ബൈ 40,000 into 100, that is 200. ഇവിടെ എന്താ നമുക്ക് കിട്ടിയിരിക്കുന്ന ആൻസർ എന്താണ്? ദെൻ പേഴ്സൻറ്റേജ് ഓൺ മെറ്റീരിയൽ കോസ്റ്റ്, പേഴ്സൻറ്റേജ് ഓൺ
20,000 divided by 40,000. 20,000 divided by 40,000 into 100, that is, then that is 50%. നമുക്ക് ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് കിട്ടിയിരിക്കുന്നത് 50% ആണ്. ആ 50%-ലെ കോസ്റ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് 50%, ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് പെർ യൂണിറ്റ്, ദാറ്റ് ഈസ് 50%. ഓൺ മെറ്റീരിയൽ കോസ്റ്റ് 50% ആണ്. അതേസമയം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഡിറ്റർമിൻ ദ മെറ്റീരിയൽ കോസ്റ്റ് പെർസെൻറ്റേജ് ഓൺ ദ എമൗണ്ട് ഓഫ് ഓവർ ഹെഡ് ടു ബി ചാർജ് ടു ജോബ് എക്സ് റിക്വയർസ് ഡയറക്റ്റ് മെറ്റീരിയൽ ഓഫ് ₹100. അങ്ങനെയാണെങ്കിൽ ഓവർ ഹെഡ് ചാർജബിൾ ടു ജോബ് എക്സ്, overhead chargeable to x എത്രയായിരിക്കും? ഓവർഹെഡ് ചാർജബിൾ ടു എക്സ് എത്ര യൂണിറ്റാണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്? 100 യൂണിറ്റാണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. 100 യൂണിറ്റിൻ്റെ 50% എന്ന് പറയുമ്പോൾ ദറ്റ് ഈസ് 50. എക്സ് എന്ന് പറയുന്ന ഒരു ജോബിനെ നമ്മൾ ചാർജ് ചെയ്യുന്ന ഓവർഹെഡ് ചാർജബിൾ ടു ജോബ് എക്സ്, ദറ്റ് ഈസ് 50. അതേപോലെയാണ് നമ്മളത് ചെയ്യേണ്ടത്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് percentage on direct labor cost, percentage on direct labor cost or direct wages. അപ്പോൾ നമ്മൾ പഠിച്ചിരിക്കുന്നത് എന്താ? ഏതാണോ ആദ്യം പറഞ്ഞ പ്രൊഡക്ഷൻ കോസ്റ്റിൻ്റെയാണ്. പ്രൊഡക്ഷൻ കോസ്റ്റിൽ ടോട്ടൽ ഓവർ ഹെഡ് ഡിവൈഡഡ് ബൈ ടോട്ടൽ യൂണിറ്റ്, ടോട്ടൽ ഫാക്ടറി ഓവർ ഹെഡ് ഡിവൈഡഡ് ബൈ ദെൻ അതിനെ ബേസ് ചെയ്തിരിക്കുന്ന യൂണിറ്റ് എത്രയാണോ അതാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. നമ്പർ ഓഫ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ്ഡ്, അതാണ് ഇത് പ്രൊഡക്ഷൻ യൂണിറ്റ് മെത്തേഡ്. രണ്ടാമത് പറയുന്ന പേഴ്സൻറ്റേജ് മെത്തേഡാണ്. പേഴ്സൻറ്റേജ് മെത്തേഡിലെ ഫസ്റ്റ് വൺ പേഴ്സൻറ്റേജ് ഓൺ മെറ്റീരിയൽ കോസ്റ്റ്, പേഴ്സൻറ്റേജ് ഓൺ ലേബർ കോസ്റ്റ്, പേഴ്സൻറ്റേജ് ഓൺ പ്രൈം കോസ്റ്റ്. അപ്പോൾ ഏതാ തന്നിരിക്കണമെന്ന് വെച്ചാൽ ഓവർ ഹെഡ് ഡിവൈഡഡ് ബൈ മെറ്റീരിയൽ, ഓവർ ഹെഡ് ഡിവൈഡഡ് ബൈ ലേബർ, ഓവർ ഹെഡ് ഡിവൈഡഡ് ബൈ പ്രൈം കോസ്റ്റ്. ഇങ്ങനെയാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുക? പേഴ്സൻറ്റേജ് കണ്ടുപിടിക്കുക. നെക്സ്റ്റ് വൺ ഈസ് പേഴ്സൻറ്റേജ് ഓൺ ഡയറക്റ്റ് ലേബർ. പേഴ്സൻറ്റേജ് ഓൺ ഡയറക്റ്റ് ലേബർ percentage on direct labor. Percentage on direct labor ആണെങ്കിൽ നമ്മളോട് എന്ത് ചെയ്യാം? ഡയറക്റ്റ് ലേബർ കോസ്റ്റ് പെർ യൂണിറ്റ് direct labor cost is equal to then total overhead divided by direct wages into 100. അപ്പോൾ എല്ലാത്തിൻ്റെയും പേഴ്സൻറ്റേജ് കണ്ടുപിടിക്കാൻ പറയുകയാണെങ്കിൽ നമ്മളവിടെ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. എന്താണ്? ടോട്ടൽ ഓവർ ഹെഡ് ഡിവൈഡഡ് ബൈ ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസസ് അല്ലെങ്കിൽ ഡയറക്റ്റ് മെറ്റീരിയൽ, ഇതാണ്ട് ഇട്ട് കൊടുത്താൽ മതി. പേഴ്സൻറ്റേജ് ഓൺ ലേബർ കോസ്റ്റ് പെർ യൂണിറ്റ് ഈസ് ഈക്വൽ ടു ഫാക്ടറി ഓവർ ഹെഡ് ടു ബി അബ്സോർബ് ഡിവൈഡഡ് ബൈ ഡയറക്റ്റ് വേജസ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ഫാക്ടറി ഓവർ ഹെഡ് ഫോർ ദ പീരീഡ്. ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഫാക്ടറി ഓവർ ഹെഡ് ഫാക്ടറി ഓവർ ഹെഡ് ഫോർ ദി പീരീഡ്. ഇവിടെ ഫാക്ടറി ഓവർ ഹെഡ് നമുക്ക് തന്നിരിക്കുന്നത് ദറ്റ് ഈസ് ₹18,000. ഫാക്ടറി ഓവർ ഹെഡ് 18,000. ദെൻ ഡയറക്റ്റ് വേജസ് direct wages 30,000. then എത്രയാണ്? അപ്പോൾ നമുക്ക് പേഴ്സൻറ്റേജ് ഓൺ ഡയറക്റ്റ് വേജസ് കണ്ടുപിടിക്കണം. ഈസ് ഈക്വൽ ടു 18,000 ഡിവൈഡഡ് ബൈ 30,000 ഇൻറ്റു 100. ദെൻ 60% ആണ്
നമുക്ക് എന്ത് കിട്ടിയിരിക്കുന്നത്, ലേബർ കോസ്റ്റ് കിട്ടിയിരിക്കുന്നത് 60% ആണ് ലേബർ കോസ്റ്റ്. സെയിം ടൈം അതിൻ്റെ കൂടെ ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. ദറ്റ് ഈസ് determine the percentage on direct wages and the amount of overhead to be charged to job X which requires rupees 200 on labor cost. അതായത് 200 ആണ് ലേബർ കോസ്റ്റ് വരുന്നതെങ്കിൽ നമുക്കവിടെ ജോബ് എക്സിന് എത്രയായിരിക്കും കോസ്റ്റ് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ ഓവർഹെഡ് ചാർജബിൾ ടു എക്സ് ചാർജബിൾ ടു ജോബ് എക്സിന് ചാർജ് ചെയ്തിരിക്കുന്നത് ഓട്ടോമാറ്റിക്കലി അവിടെ പറയുന്നുണ്ട് എത്രയാണെന്ന്, 200 ആണെന്ന് പറയുന്നുണ്ട്. 200ൻ്റെ 60% എന്ന് പറയുന്നു. ദെൻ 120 അവിടെ നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നത് പെർസെൻറ്റേജ് ഓൺ ഓവർഹെഡ് ചാർജബിൾ ടു ജോബ് എക്സ് ഈസ് ഈക്വൽ ടു 120. ഇതേപോലെ തന്നെയാണ് നമുക്ക് തേർഡ് ക്വസ്റ്റ്യനും ചെയ്യേണ്ട പെർസെൻറ്റേജ് ഓൺ പ്രൈം കോസ്റ്റ്. പ്രൈം കോസ്റ്റിൻ്റെ കേസിലും ഇതേപോലെ തന്നെ അണ്ടർ ദിസ് മെത്തേഡ് പ്രൈം കോസ്റ്റ് ഈസ് ടേക്കൺ ആസ് ദ ബേസ്. അബ്സോർപ്ഷൻ റേറ്റ് ഈസ് കാൽക്കുലേറ്റഡ് ആസ് എ പെർസെൻറ്റേജ് ഓൺ പ്രൈം കോസ്റ്റ്. This method gives consideration for both material and labor in computing the overhead. It has the same merit and demerits of direct material and cost and percentage on direct labor cost percentage method. ഇവിടെ percentage of ഇവിടെ എന്ത് ഉപയോഗിക്കുന്നത്, ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റും ഡയറക്റ്റ് ലേബർ കോസ്റ്റും ഡയറക്റ്റ് എക്സ്പെൻസ് എല്ലാം കൂടെ ആഡ് ചെയ്താൽ കിട്ടുന്നതാണ് പ്രൈം കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ പെർസെൻറ്റേജ് ഓൺ പ്രൈം കോസ്റ്റ് കണ്ടുപിടിക്കാൻ പറയുകയാണെങ്കിൽ ഓവർഹെഡ് എക്സ്പെൻസസ് ഡിവൈഡഡ് ബൈ പ്രൈം കോസ്റ്റ് ഇൻറ്റു 100. ഇതാണ് ഫോർമുല. തേർഡ് വൺ ഈസ് percentage on prime cost. Percentage on prime cost കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, ഓവർഹെഡ് എക്സ്പെൻസസ് overhead divided by prime cost into 100. അപ്പോൾ ഏതാണെങ്കിലും ഓവർഹെഡ് ആണെങ്കിലും ഡയറക്റ്റ് മെറ്റീരിയൽ ആണെങ്കിലും ഡയറക്റ്റ് ലേബർ ആണെങ്കിലും ദറ്റ് ഈസ് ഡിവൈഡഡ് ബൈ ഡയറക്റ്റ് മെറ്റീരിയൽ ഓർ ഡയറക്റ്റ് ലേബർ ഓർ പ്രൈം കോസ്റ്റ് ഇൻറ്റു 100 എന്ന് പറയുന്ന ഫോർമുലയാണ് ഉപയോഗിക്കേണ്ടത്. ദെൻ അതിൽ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ നമുക്ക് വായിച്ചു നോക്കാം. ക്വസ്റ്റ്യൻ, എ ഫാക്ടറി ഓവർഹെഡ് ഫോർ ദ പീരീഡ് ₹12,000, പ്രൈം കോസ്റ്റ് ഡ്യൂറിംഗ് ദ പീരീഡ് 60,000. ഡിറ്റർമിൻ percentage on prime cost and the amount of overhead to be charged to job X requiring ₹300 as prime cost. ഇവിടെ പറയുന്നുണ്ട് പ്രൈം കോസ്റ്റ് വെച്ചിട്ട് നമുക്ക് ആദ്യം പെർസെൻറ്റേജ് ഓൺ പ്രൈം കോസ്റ്റ് കണ്ടുപിടിക്കണം. ഓവർഹെഡ് 12,000 ആണ്. ഓവർഹെഡ് 12,000 ആണ്. ഓവർഹെഡ് പ്രൈം കോസ്റ്റ് 60,000 ആണ്. Therefore 12,000 divided by 60,000 into 100. That is 20%. Same time അവിടെ പറയുന്നുണ്ട് determine percentage on prime cost and the amount of overhead charged to job X. ജോബ് എക്സിൻ്റെ എന്ത് കണ്ടുപിടിക്കണം, പെർസെൻറ്റേജ് ഓൺ പ്രൈം കോസ്റ്റ്. ജോബ് എക്സിൻ്റെ ഓവർഹെഡ് ചാർജബിൾ ടു ജോബ് എക്സ്, ദറ്റ് ഈസ് 300 ആണെന്ന് പറയുന്നത്. 300ൻ്റെ 20%, ദറ്റ് ഈസ് 60. അപ്പോൾ ഇത്രയും നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് നോക്കാം.
What is meant by absorption of overhead? Absorption of overhead എന്താ പറഞ്ഞിരിക്കുന്നത്? Absorption of overhead or absorption refers to the process of apportionment of overhead to a cost center or cost unit. Absorption refers to the process of apportionment of overhead to cost center or cost unit. What is meant by overhead rate? Overhead rate means the rate used for absorption of overhead. That may be actual rate, predetermined rate, standard rate, blanket rate, multiple rate. Then what are the various methods used for absorption of factory overhead? It may be classified into 3: production method, production unit method, percentage method, hourly rate method. ഫസ്റ്റ് വൺ ആണ് ഇത് പ്രൊഡക്ഷൻ മെത്തേഡിൽ ചെയ്തിരിക്കുന്നത്, ഫാക്ടറി ഓവർ ഹെഡ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് യൂണിറ്റ്സ്. സെക്കൻഡ് വൺ പറയുന്നത് പേഴ്സൻറ്റേജ് മെത്തേഡാണ്. പേഴ്സൻറ്റേജ് ഓൺ ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ്, പേഴ്സൻറ്റേജ് ഓൺ ഡയറക്റ്റ് ലേബർ കോസ്റ്റ്, പേഴ്സൻറ്റേജ് ഓൺ പ്രൈം കോസ്റ്റ്. ഇതിലെങ്ങനെയാണ് പേഴ്സൻറ്റേജ് പ്രൊഡക്ഷൻ യൂണിറ്റ് റേറ്റ് കണ്ടുപിടിക്കുക? ഓവർ ഹെഡ് റേറ്റ് പെർ യൂണിറ്റ് പേഴ്സൻറ്റേജ് ബേസ്ഡ് ആണെങ്കിൽ ദെൻ ഓവർ ഹെഡ് ഡിവൈഡഡ് ബൈ ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ്, ഓവർ ഹെഡ് റേറ്റ് ഡിവൈഡഡ് ബൈ ഡയറക്റ്റ് ലേബർ കോസ്റ്റ്, overhead divided by overhead total overhead divided by, and then third one is that is the prime cost. ഇങ്ങനെ കണ്ടുപിടിച്ചിട്ട് നമ്മൾ അതിൻ്റെ സെപ്പറേറ്റ് സിംഗിൾ യൂണിറ്റിൻ്റെ കോസ്റ്റ് കണ്ടുപിടിക്കും, ദാറ്റ് ഈസ് എ കോസ്റ്റ് പെർ യൂണിറ്റ് കണ്ടുപിടിക്കും. അതിനുശേഷം നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിലെ ഒരു ജോബ് എക്സിൻ്റെയോ നമ്പർ ഓഫ് യൂണിറ്റ്സിൻ്റെയോ ഓവർഹെഡ് കോസ്റ്റുകൾ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ ഇത്രയും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. താങ്ക് യു ആൾ.